ഡീ പെണ്ണെ, നീ അങ്ങ് ക്ഷീണിച്ചല്ലോ. ഹോസ്റ്റലിലെ ഫുഡൊന്നും നിനക്ക് പറ്റുന്നില്ലേ? രമ്യ പാറുവിനെ ആകമാനം നോക്കിക്കൊണ്ട് അല്പം വിഷമത്തോടെ പറഞ്ഞു. കാശിയുടെ അരികിൽ നിന്നും നേരെ രമ്യയുടെ അടുത്തേക്കാണ് പാറു വന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വരവ് ചെറിയമ്മ സമ്മതിക്കില്ല എന്ന് അവൾക്ക് തോന്നി. കുഴപ്പമില്ല ചേച്ചി, അത്ര മോശം ഫുഡൊന്നും അല്ല അവിടെ. നിനക്ക് പഠിത്തവും ഞാൻ തന്നു വിടുന്ന വർക്കും എല്ലാം കൂടി ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഏട്ടൻ എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി നിനക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്നാ ഏട്ടൻ പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നി. പിന്നെ നിനക്ക് പൈസയ്ക്ക് ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ടാ ഞാനിത് നിന്നെ ഏൽപ്പിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ പഠിക്കുന്നുണ്ട് ചേച്ചി. അത് കഴിഞ്ഞുള്ള സമയത്ത് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം നീ ചെയ്ത ബീഡ്സിൻ്റെ വർക്ക് മിക്കവർക്കും ബോധിച്ചു. 2-3 ഓർഡർ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നീ നാളെ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് തന്നെ കുറച്ച് നമുക്ക് ചെയ്യാം. ബാക്കി നീ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. നാളെ ഒന്ന് ക്ഷേത്രത്തിൽ പോകണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. ഏട്ടൻ വരാൻ വൈകുമോ ചേച്ചി? ഇല്ലടി, ഇന്നിത്തിരി താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആ ചായ കുടിക്കാൻ നോക്ക്. അതിപ്പോൾ ആറിയിട്ടുണ്ടാകും. ഞാനിതെല്ലാം അകത്ത് വെച്ചിട്ട് വരാം. ഞാൻ ഇറങ്ങുക രമ്യേച്ചി. കയ്യിലെ ചായ വേഗം കുടിച്ച് തീർത്തുകൊണ്ട് പാറു വേഗം വീട്ടിലേക്ക് നടന്നു. പടിപ്പുര കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉമ്മറത്ത് ചാരുകസേരയിലിരിക്കുന്ന ചെറിയച്ഛനെയാണ് കാണുന്നത്. എന്തേ ഇത്ര വൈകി? സമയത്ത് വീട്ടിൽ വരണമെന്ന് നിനക്കറിയില്ലേ? പാറുവിനെ നോക്കി അയാൾ അമർഷത്തോടെ തിരക്കി. ഞാൻ രമ്യേച്ചിയുടെ അരികിൽ. കേറിപ്പോ, നാശം. അയാൾ പറഞ്ഞത് കേട്ട് പേടിയോടെ തലകുനിച്ച് പാറു അകത്തേക്ക് കയറി. ആ, നീ വന്നോ? പോയി കുളിച്ചിട്ട് വന്ന് ചായ ഇട്ട് കുടിക്ക്. അല്ല, നീ എങ്ങനെയാ വന്നത്? കനക തിരക്കിയതും അവളിലൊരു ഞെട്ടലുണ്ടായി. അത് കണ്ടതും കനക അവളെ സൂക്ഷിച്ചു നോക്കി. എന്താടി ഒരു കള്ളത്തരം? നീ ട്രെയിനിലല്ലേ വന്നത്? കള്ളം പറയുന്നത് കൊണ്ട് തന്നെ പതിഞ്ഞു പോയിരുന്നു അവളുടെ സ്വരം. ചെല്ല്. പിന്നെ വൈകിട്ട് ചന്തുവിന് ചപ്പാത്തി ഉണ്ടാക്കണം. എനിക്കും അത് മതി. കറിയൊന്നും വേണ്ട. രാവിലത്തെ കടലക്കറി ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. കനക അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. പാറു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ കൊച്ചുമുറിയിലേക്ക് കയറി. ഫ്ലാറ്റിൽ വന്ന് കയറിയതും വല്ലാത്ത ക്ഷീണം തോന്നിയതിനാൽ തന്നെ ആദ്യം ഒന്ന് കുളിച്ചു വന്നു ദേവ്. കിച്ചണിൽ കയറി ഒരു കോഫി തയ്യാറാക്കുന്ന സമയമാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഈ സമയം ആരാണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നതിനാൽ തന്നെ അവനത് അറ്റൻഡ് ചെയ്തു. അമ്മ. എവിടെയാ ദേവൂട്ടാ നീ? ഫ്ലാറ്റിലെത്തിയോ? എന്തെങ്കിലും കഴിച്ചോ? സൂര്യ പറഞ്ഞിരുന്നു ഇന്ന് നീ പുറത്തു പോയിരുന്നു എന്ന്. അമ്മ. അവനൊന്ന് നീട്ടി വിളിച്ചു. അത് കേട്ടതും മഹി ഒന്ന് ചിരിച്ചു. ഞാൻ കുറച്ചു മുൻപ് വന്നു. പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു. ചെറിയൊരു ക്ഷീണം തോന്നിയത് കൊണ്ട് ദാ ഇപ്പോൾ ഒരു കോഫി ഇട്ട് കുടിക്കുന്നു. മെഡിസിൻ കഴിച്ചോ നീയെ? നോ, കുറച്ച് കഴിയട്ടെ. ഇന്നും 2 പേര് വന്ന് എന്നോട് സംസാരിച്ചു. എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ജഗൻ്റെ പേരും പറഞ്ഞു. പറയുമ്പോൾ അവൻ വല്ലാതെ ഇറിറ്റേറ്റ് ആകുന്നുണ്ടായിരുന്നു. മോനെ, എനിക്കറിയില്ല അമ്മ, എത്ര നാളത്തേക്ക് ഞാൻ ഇങ്ങനെ. എല്ലാം ഓക്കെ ആകും കണ്ണാ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ നോ, ബട്ട് ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഇപ്പോഴുള്ള എൻ്റെ ഈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ പാസ്റ്റ് അതിനി എന്താണെങ്കിലും ഞാനിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചതുപോലുള്ള പല കണ്ടുമുട്ടലുകളും എന്നെ വല്ലാതെ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്. അവൻ പറയുമ്പോൾ മഹാലക്ഷ്മി എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നുപോയി. അമ്മ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. ബായ് അമ്മ. മഹി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ കോൾ കട്ടായി. മഹി തൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. ഡി പാറു, നീ ഇതൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഹാളിലേക്ക് വരണം. ചെറിയച്ഛന് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴാണ് കനക വന്ന് അവളോട് പറയുന്നത്. വരാൻ ചെറിയമ്മേ. പാറു എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഹാളിലേക്ക് നടന്നു. വന്നിട്ട് ഇതുവരെയും കാശിയെയും അമ്മുവിനെയും വിളിച്ചിട്ടില്ല. അവർക്ക് പിന്നെ ഇവിടുത്തെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്തായാലും കിടക്കുന്നതിന് മുന്നേ അവരോട് സംസാരിക്കാമെന്നവൾ കരുതി. ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെയറിലിരുന്ന് ന്യൂസ് കാണുവാണ് ജയബാലൻ. തൊട്ടരികിൽ തന്നെ കനകയും ഇരിക്കുന്നുണ്ട്. ചന്തു പിന്നെ ഫോണിലാണ്. നീ വന്നോ? വാ, ഇവിടെ ഇരിക്കെ. തൻ്റെ മുന്നിലേക്ക് ചൂണ്ടി ജയൻ പറഞ്ഞതും പാറു കനകയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു.
വേറെ ഒന്നുമല്ല, നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബന്ധമാണ് ഞാൻ നോക്കിയിട്ട്. നാളെ അവർ നിന്നെ കാണാൻ വരും. ജയൻ പറഞ്ഞതെല്ലാം ഒരു ഞെട്ടലോടെയാണ് പാറു കേട്ടത്. ഡി, ചേട്ടൻ പറഞ്ഞത് കേട്ടോ നീ? കനക വിളിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടി. വേണ്ട ചെറിയമ്മ, എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട. നിന്നോട് വേണോ എന്നല്ല ഞാൻ ചോദിച്ചത്. നാളെ അവർ വരും, നിന്നെ കാണും, ഈ വിവാഹവും ഉറപ്പിക്കും. നിന്റെ അച്ഛനെ കൊണ്ട് തന്നെ ഈ കുടുംബത്തിന് മാനക്കേട് വന്നതാണ്. ഇനി നിന്റെ കൂടി കേൾക്കാൻ വയ്യ. നിന്നെ പഠിക്കാൻ സമ്മതിച്ചതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. സാന്ദ്ര പറഞ്ഞു ഒരാഴ്ച കൊണ്ട് നീ അവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം. ഏതോ ഒരുത്തൻ കൊണ്ടു നടന്നു. അവൻ്റെ ആവശ്യം കഴിഞ്ഞ് വയറ്റിലൊരു വിത്തും പാകി അവനങ്ങ് പോകും. നാണക്കേട് മുഴുവൻ എനിക്കും എൻ്റെ മക്കൾക്കുമായിരിക്കും. അതുകൊണ്ട് മിണ്ടാതിതിനെ സമ്മതിച്ചോണം. ഇനി നിന്റെ സമ്മതമില്ലെങ്കിലും ഇത് നടക്കും. ഏറിപ്പോയ 1 മാസം, അതിനുള്ളിൽ ഇത് നടക്കും. അത് കഴിഞ്ഞ് നിന്നെ കെട്ടുന്നവൻ തീരുമാനിക്കട്ടെ പഠിക്കണോ വേണ്ടയോ എന്ന്. ജയബാലൻ കസാരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പാറുവിന് നേർക്ക് ചീറി. പാറു ഭയത്തോടെ 2 അടി പിന്നിലേക്ക് നീങ്ങി. കനകെ, നാളെ മുതൽ ഇവള് ഈ പടി കടന്നു പോകരുത്. കല്യാണം കഴിയുന്നത് വരെ ഇവൾ വീടിന് അകത്ത് നിന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ജയൻ മുറിയിലേക്ക് പോയി. എന്നാലും നീ കൊള്ളാലോടി. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു പുളിങ്കുമ്പ് നോക്കിയാണ് പിടിച്ചതെന്ന് എൻ്റെ മോള് പറഞ്ഞു. ഇവിടെ അയ്യോ പാവം എന്ന് പറഞ്ഞ് നടന്നതൊക്കെ നിന്റെ അഭിനയമായിരുന്നല്ലോടി. നടക്കില്ലടി. എൻ്റെ മകളേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചന്തു, നീ പോയി ഇവളുടെ മുറിയിൽ നിന്നും ആ ഫോണിങ് എടുത്തുകൊണ്ട് വാ. കല്യാണം കഴിയുന്നത് വരെ ഇനി അത് എൻ്റെ കയ്യിലിരുന്നാൽ മതി. ശരിയമ്മേ. ചന്തു പാറുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. പാറു എന്തു ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിന്നുപോയി. What the fuck? Pick up the call, baby. തൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി അവൻ ദേഷ്യത്തിൽ പിറുപിറുത്തു. കഴിഞ്ഞ 1 മണിക്കൂറുകളായി തുടരെ പാറുവിനെ വിളിക്കുകയാണ് കാശി. പക്ഷേ റിങ് ചെയ്തത് കട്ടാകുന്നതല്ലാതെ മറ്റൊരു റെസ്പോൺസ് ഇല്ല. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവിന് മനസ്സിലായി. ഇനി ആരെങ്കിലും അവളെ താൻ കൊണ്ടാക്കിയത് കണ്ടു കാണുമോ എന്ന് വരെ അവൻ ചിന്തിച്ചു. ഓരോന്ന് ആലോചിക്കും തോറും അവന് ദേഷ്യവും ടെൻഷനുമൊക്കെ കൂടി വരാൻ തുടങ്ങി. തല വെട്ടിപ്പൊളിയും പോലെ വേദന എടുക്കുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കാതെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ഇത് തുടർന്നതും അവൻ ദേഷ്യത്തിൽ ഫോൺ ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. 2 കണ്ണുകളും അമർത്തി അടച്ചുകൊണ്ട് അവൻ ബെഡിലിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തേക്കിറങ്ങിയതും അവിടെ നിൽക്കുന്നവരെ കണ്ട് അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. റിലാക്സ്ഡാ, ചിലപ്പോൾ നീ വിചാരിക്കും പോലെയൊന്നും ആകില്ല. ക്രിസ്റ്റി ദേവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദേവ് പാറുവിനരികിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് ആദിയെയും ക്രിസ്റ്റിയെയും കാണുന്നത്. സൂര്യയും വിനുവും അവരുടെ ലവേഴ്സിനൊപ്പം മൂവിക്ക് പോയിരിക്കുകയാണ്. ഇടയ്ക്ക് എല്ലാവരും കൂടി ദേവിൻ്റെ ഫ്ലാറ്റിൽ കൂടാറുള്ളതാണ്. ദേവ്, നീ ഈ മെഡിസിൻ കഴിച്ചേ. നിന്റെ കണ്ടീഷൻ നോക്ക്. മുഖമൊക്കെ ആകെ വല്ലാതെയായി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര വേദനയുണ്ടെന്ന്. അവനുള്ള മെഡിസിനുമായി വന്ന ആദി പറഞ്ഞു. നോ പ്ലീസ് ദേവ്, വെറുതെ വാശി കാണിക്കല്ലേ. പാറുവിൻ്റെ അരികിലേക്ക് പോവണമെങ്കിലും നിന്റെ ഈ അവസ്ഥയിൽ പകുതി ദൂരം പോലും നമ്മൾ എത്തുമെന്ന് തോന്നുന്നില്ല. ആദിയുടെ കയ്യിൽ നിന്നും മെഡിസിൻ വാങ്ങിക്കൊണ്ട് ക്രിസ്റ്റി ഗൗരവത്തിൽ പറഞ്ഞതും ദേവ് പിന്നെയൊന്നും മിണ്ടിയില്ല. ദേവ്, എനിക്ക് തോന്നുന്നു സാന്ദ്ര നിങ്ങളുടെ കാര്യം അവിടെ അറിയിച്ചു കാണും. ഒരുപക്ഷെ പാറുവിൻ്റെ ഫോൺ വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. ഒരു കാര്യം ചെയ്യേ, നീ പാറുവിൻ്റെ ഫ്രണ്ട് മൃദുലയോടൊന്ന് വിളിച്ചു നോക്കാൻ പറയും. ഇനി നിന്റെ നമ്പർ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാത്തതാണെങ്കിൽ. ആദി പറഞ്ഞതും ക്രിസ്റ്റിയിലും ഉണ്ടായിരുന്നു അതേ സംശയം. ദേവ് ഒന്നും മിണ്ടിയില്ല. ഡാ, ക്രിസ്റ്റി വിളിച്ചു. ദേവ്, ഇന്നൊരു ദിവസം നീ സമാധാനിക്ക്. നാളെ രാവിലെ നമുക്ക് പോകാം. ഇനി അഥവാ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പാറുവിൻ്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കാം. ഇപ്പോൾ നീ റെസ്റ്റ് എടുക്ക്. ക്രിസ്റ്റി പറയുമ്പോഴേക്കും മെഡിസിൻ്റെ എഫക്റ്റിൽ ദേവിൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. തന്നെ ആരോ പിടിച്ചു കുലുക്കും പോലെ തോന്നിയതും പാറു തൻ്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. തലേ രാത്രിയിലെ ഒരുപാട് കരഞ്ഞതിൻ്റെ അടയാളമായി കണ്ണുകൾ തടിച്ചു വീർത്ത് നിന്നു. ഡി, എഴുന്നേൽക്ക്. കനകയുടെ ശബ്ദം കേട്ടതും ഒരുവിധം ശ്രമപ്പെട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു. ചെല്ല്, പോയി വേഗം റെഡിയാകാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങെത്തും. വേഗം ആകട്ടെ. പിന്നെ നല്ല മെനക്ക് ഒരുങ്ങി നിൽക്കണം. ചെറിയമ്മേ, എനിക്ക് പറ്റില്ല. അവശതയോടെയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. പക്ഷേ അതിന് കനക മറുപടി പറഞ്ഞത് അവരുടെ കൈകൊണ്ടായിരുന്നു. തൻ്റെ വലത് കവിൾ പറഞ്ഞു പോകും പോലെ തോന്നി അവൾക്ക്.
കരഞ്ഞതിൻ്റെ ക്ഷീണവും തലവേദനയും ഒപ്പം ഇപ്പോൾ അടികിട്ടിയത് കൂടിയായതും അവൾ തളർച്ചയോടെ ബെഡിലേക്ക് വീണു. പാതി ബോധത്തിൽ കിടക്കുന്ന പാറുവിൻ്റെ മുഖത്തേക്ക് മേശപ്പുറത്തിരുന്ന വെള്ളം ആഞ്ഞൊഴിച്ചു. കൂടുതൽ നാടകമൊന്നും എടുക്കാതെ വേഗം റെഡിയാക്. ഇന്ന് നിന്നെ അവൻ വന്ന് കാണുകയും ചെയ്യും. 2 ആഴ്ച, അതിനുള്ളിൽ അവനൊപ്പം നിന്നെ പറഞ്ഞു വിടുകയും ചെയ്യും. ആരെ കണ്ടിട്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം? ഒരിക്കലും എൻ്റെ മകളേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. മതി നിന്റെ പഠിത്തം. ഈ നിമിഷം വരെ കല്യാണം കഴിഞ്ഞ് അവൻ നിന്നെ പഠിക്കാൻ വിടട്ടെ എന്നായിരുന്നു. പക്ഷേ ഇനി വേണ്ട. പത്മിനിയുടെ അടുത്ത് പറഞ്ഞ് അത് മുടക്കാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. നീ അവൻ്റെ ആട്ടും തുപ്പും കൊണ്ട് കഴിഞ്ഞാൽ മതി. അവൾക്ക് പറ്റില്ല പോലും. അത്രയും പറഞ്ഞുകൊണ്ട് കനക പുറത്തേക്ക് നടന്നു. ഞാനൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വരും. അപ്പോഴും നീ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ. പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു. പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു. തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നതിനാൽ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. കാശിയേട്ടാ, അവള് വേദനയോടെ വിളിച്ചു. റെജിക്കുട്ടന് വേറെയും 2 ആലോചനകൾ വന്നിട്ടുണ്ട്. അതും പെൺകുട്ടികൾക്ക് അവനെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നത്. പക്ഷേ കനകയെ എനിക്കറിയാമല്ലോ. അപ്പോൾ ആദ്യം ഇവിടുത്തെ കൊച്ചിനെ കണ്ടിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി. പത്മിനി പറഞ്ഞതും കനകയും ജയനും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. പത്മിനിയുടെ മൂത്ത മകൻ രാജേഷ് അമ്മയെ ഇരുത്തിയൊന്ന് നോക്കി. അനിയൻ്റെ തങ്കപ്പെട്ട സ്വഭാവം നാട്ടിൽ പാട്ടാണെന്ന് നിങ്ങളുടെ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. രാജേഷിൻ്റെ ഭാര്യ സൗമ്യ അവൻ്റെ ചെവിയിൽ പിറുപിറുത്തു. രഞ്ജിത്ത് വീട് മുഴുവനും കണ്ണോടിക്കുന്ന തിരക്കിലാണ്. ആ കൂട്ടത്തിൽ കനകയുടെ അടുത്ത് നിൽക്കുന്ന ചന്ദനയെ കണ്ടതും ചുറ്റുമൊന്ന് നോക്കി അവളെയൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. പോടാ പട്ടി. ചന്തു ദേഷ്യത്തിൽ ചുണ്ടനക്കിയതും അവനൊന്ന് ചമ്മി. എങ്കിൽ പെണ്ണിനെ വിളിച്ചേക്കാം അല്ലേ ജയേട്ടാ? ബ്രോക്കർ പറഞ്ഞതും ജയൻ കനകയെ ഒന്ന് നോക്കി. അതിനവർ മറ്റുള്ളവരെ നോക്കി ചിരിച്ചുകൊണ്ട് പാർവിൻ്റെ അരികിലേക്ക് നടന്നു. ഡി വാ. മുറിയിലേക്ക് ചെന്നുകൊണ്ട് കട്ടിലിൽ കിടന്ന് കരയുന്ന പാർവിനെ നോക്കി കനക പറഞ്ഞു. വരാൻ. അവള് അനങ്ങുന്നില്ല എന്ന് കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദേഷ്യത്തിൽ മുരണ്ടു. വിട്, ഞാൻ വരില്ല. അവരുടെ കയ്യിൽ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാറു പറഞ്ഞു. കരഞ്ഞു കലങ്ങിയ മിഴികളും അഴിഞ്ഞുലഞ്ഞ മുടിയൊക്കെയായി നിൽക്കുന്ന അവളെ കനക ദേഷ്യത്തിൽ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവളെ വലിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. കനകയുടെ അരികിൽ മുഖം കുനിച്ച് നിൽക്കുന്ന പാറുവിനെ അവർ കണ്ണെടുക്കാതെ നോക്കി. കാണാൻ മിടുക്കിയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും ഭംഗിയുള്ളവളാണെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. പത്മിനി തൻ്റെ മകനെ ഒന്ന് നോക്കി. അവളെ നോക്കി വെള്ളമിറക്കുന്നവനെ കണ്ടതും അവർക്ക് ചിരി വന്നു. സൗമ്യയാണെങ്കിൽ പാറുവിനെ കുശുമ്പോടെ നോക്കുന്നുണ്ട്. മോൾക്ക് എൻ്റെ മകനെ കാണണ്ടേ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഒന്ന് നോക്കുമോളെ. പക്ഷേ പാറു മുഖം ഉയർത്തിയതേയില്ല. അവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി മിഴിനീരൊഴുകി. എക്സ്ക്യൂസ് മീ. പെട്ടെന്ന് വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. അവിടെ നിൽക്കുന്ന 3 ചെറുപ്പക്കാരെ കണ്ടതും എല്ലാവരും ഒരു സംശയത്തോടെ നോക്കി. പാറൂട്ടാ. ദേവ് വിളിച്ചു തീർന്ന നിമിഷം എന്തോ കാറ്റുപോലെ വന്നവനെ ആഞ്ഞു പുണർന്നു. കാശിയേട്ടാ. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു.